മറ്റേ തോക്കുമായിട്ട് വരുന്ന സീനൊക്കെ ഇല്ലേ, അതൊക്കെ വരുന്ന ആ പുള്ളി ആ എക്സ്പ്രഷൻ ഇട്ട് വരുന്നതൊക്കെ നമ്മൾ ആ കട്ട് പറഞ്ഞ ഉടനെ നമ്മൾ ചിരിക്കുമായിരുന്നു. അതൊക്കെ ശ്രദ്ധിക്കണം. ആ സീനൊക്കെ ഷൂട്ട് ചെയ്തത് ഭയങ്കര ഫണ്ണായിരുന്നു. ഈ സെറ്റില് രംഗ പെർഫോം ചെയ്യുന്ന കാര്യങ്ങൾക്കും അമ്പ പെർഫോം ചെയ്യുന്ന കാര്യങ്ങൾക്കും എല്ലാം സെറ്റിൽ തന്നെ ഭയങ്കര ചിരിയാണ്. അത് അവർ പെർഫോം ചെയ്യുമ്പോഴും ചിരിയാണ്, പ്ലേ ബാക്ക് കാണുമ്പോഴും ചിരിയാണ്, തിയേറ്ററിൽ വന്നപ്പോഴാ ചിരിയുണ്ട്. ശരിക്കും പറഞ്ഞ ഈ കരിങ്കാളി ഷൂട്ട് ചെയ്ത് നമ്മൾ കണ്ടില്ല, വെറുതെ ഫോൺ നോക്കി ഫോൺ നോക്കി ചുമ്മാ ചിരിക്കാൻ പറഞ്ഞതാ. പക്ഷെ ഈ ആ ഷൂട്ട് ചെയ്ത സാധനം നമ്മൾ കണ്ടപ്പോ ശരിക്കും ചിരിച്ചു പോയി. അതെനിക്ക് തോന്നുന്നു അത് നമ്മൾ കണ്ടെങ്കിൽ നല്ലൊരു ചിരി. അപ്സര ആർട്സില് ആൻസർ പറയാൻ നേരത്ത് പകുതിക്കാരൊരു സാധനമുണ്ട്, അമ്പ കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് അത് ചിരിച്ച് മരിച്ചുപോയി. ചില സമയത്ത് ഇവർ, ചില സമയത്ത് അവൻ, അതിങ്ങനെ മാറി മാറി വരും. രംഗണ്ണൻ എന്ന് പറഞ്ഞ ആള് അതായത് ഒരു പ്രോപ്പർട്ടി വാങ്ങുന്ന ഒരു തരിശു ഭൂമിയായിരുന്നു. അതിനുശേഷം അവിടെ ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ട് വരുന്നു. അതുപോലെ തന്നെ ഹിപ്സ്റ്റർ പണ്ട് യൂട്യൂബ് ചാനൽ ഒരാൾക്ക് മറിച്ചു വിട്ടിട്ട് 200 രൂപയ്ക്ക് മറിച്ചു വിട്ടിട്ട് 100 രൂപയ്ക്ക് തിരിച്ചു വാങ്ങിയിട്ട് അത് അതുമായിട്ട് കമ്പയർ ചെയ്യാൻ ഇപ്പൊ എല്ലാരും ഗെയിമർ എന്ന് പറയുന്നെങ്കിൽ തന്നെ ലൈക്ക് ഞാൻ ഒരു ഹാർഡ് കോർ ഗെയിമർ അല്ല. അത് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. ഞാൻ ഭയങ്കര ഗെയിമിംഗ് പാഷനേറ്റ് ആയിട്ട് ഗെയിം ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. നമ്മളെ കംഫർട്ടാക്കി അതൊക്കെയാണ് അത് ബ്രേക്ക് ചെയ്തത്. ഷോട്ടുകളുടെ ഇടയിൽ നമ്മൾ ഒരുപാട് സംസാരിക്കുമായിരുന്നു. അതൊക്കെ പറയുന്ന കാര്യം ഇത്രയായിരിക്കും, നമ്മളത് ഡിസ്കസ് ചെയ്ത് വലുതാണ്. അതായിരുന്നു നമ്മുടെ എന്റർടൈൻമെന്റ്. ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, ഇപ്പൊ MBA ചെയ്തോണ്ടിരിക്കുകയാണ്. പഠിപ്പിസ്റ്റൊക്കെ ക്ലാസ് ഒക്കെ കട്ട് ചെയ്തൊക്കെ തന്നെയാണോ പഠിച്ചത്? ക്ലാസ് കട്ട് ചെയ്താൽ പഠിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ പഠിക്കാനല്ലേ ക്ലാസ്സിൽ പോകുന്നത്. നമ്മുടെ ഒരു ഫിയറിന്റെ ഒരു തുടക്കം അവിടുന്ന്. ഇനി വേണ്ട എന്ന് തീരുമാനിക്കുന്ന അവിടുന്ന്. അപ്പൊ ഞാൻ സ്പോയിലറാണോ? എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എൻ്റെ കൂടെ ഇന്റർവ്യൂവിൽ എത്തിയിരിക്കുന്നത് അടിപൊളി ഒരു ഗ്യാങ് തന്നെയാണ്. ഇപ്പം തിയേറ്ററുകളിൽ ആവേശം പരത്തിക്കൊണ്ട് ജനമനസ്സുകളുടെ ആവേശമായി മാറിയ ആവേശം മൂവിയിലെ ആ പയ്യന്മാരാണ്, ആ പിള്ളേരാണ് ഇന്ന് എൻ്റെ കൂടെ ഇന്റർവ്യൂവിൽ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ എല്ലാവർക്കും സ്വാഗതം പിള്ളേർക്ക്. അതുപോലെ തന്നെ ആദ്യം രംഗണ്ണനോട് ഒരു കാര്യം പറഞ്ഞിട്ട് തുടങ്ങാം. രംഗണ്ണ, പിള്ളേരെ ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് ഇന്റർവ്യൂവിന് കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് അന്വേഷിക്കണ്ട. എടാ മോനെ ഹാപ്പി അല്ലേ? അന്വേഷിക്കും തോന്നുന്നില്ലേ? എന്തോ അതൊക്കെ കഴിഞ്ഞോ? എടാ മോനെ ഹാപ്പി അല്ലേ? എങ്ങനെ പോകുന്നു ആവേശം? ഇപ്പം ജനമനസ്സുകൾ അങ്ങ് സ്വീകരിച്ച ആ ഒരു ത്രില്ലിലാണ് എല്ലാവരും. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ത്രില്ല് ഇപ്പോഴും? പടം കഴിഞ്ഞതിനേക്കാളും ത്രില്ലിലാണ് ഇപ്പോഴും അല്ലേ? എനിക്കൊന്ന് ഇപ്പൊ ഇന്റർവ്യൂസ് കൊടുക്കുന്ന ആ ഒരു ത്രില്ലാണെന്ന് തോന്നുന്നു, ആ ഒരു ബഹളത്തിലാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങളെ 3 പേരെ സംബന്ധിച്ച് ഇപ്പം അജു ആണെങ്കിലും ബിബി ആണെങ്കിലും ശാന്തനാണെങ്കിലും എല്ലാവരും ഈ ഒരു സിനിമയിലേക്ക് ആദ്യമായിട്ട് വരികയാണ്, അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ആദ്യമായിട്ട് വരികയാണ്. പക്ഷെ ഞങ്ങൾക്കത് ഫീൽ ചെയ്തതേ ഇല്ല. ത്രൂ ഔട്ട് ആ ഒരു സിനിമ കണ്ടപ്പോൾ ആ എനർജറ്റിക് അല്ലെങ്കിൽ എപ്പോഴൊക്കെയോ കണ്ട ഒരാൾക്കാരെ പോലെ നമുക്ക് ഫീൽ ചെയ്ത് അത് തോന്നുക എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ക്വാളിറ്റിയാണ്. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു മാജിക്? എന്താണ് അങ്ങനെ തോന്നിയതിൽ സന്തോഷം. ആ മാജിക്കിന്റെ പേരാണ് ജിത്തു ചേട്ടൻ. ജിത്തു മാധവൻ. അതൊരു മാജിക് ആണെങ്കിൽ അല്ല, നിങ്ങൾ കണ്ടപ്പോൾ അല്ലെങ്കിൽ സംസാരിച്ചപ്പോൾ സെറ്റിലൊക്കെ ആദ്യമായിട്ടായിരിക്കുമല്ലോ മിങ്കിൾ ചെയ്യുന്നത്. അപ്പം എങ്ങനെ നിങ്ങളുടെ ആ ഒരു ഗ്യാങ് പെട്ടെന്ന് ഡെവലപ്പ് ചെയ്ത ആ ഒരു കോമ്പിനേഷൻ എങ്ങനെയായിരുന്നു? നമ്മള് ഷൂട്ടിന് 1 മന്ത് മുമ്പ് തന്നെ ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ബോണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് നമ്മള് 3 പേരാണ് പിന്നീട് അങ്ങോട്ട് പോകുന്നത്. അപ്പൊ ആ ഒരു ബോണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ 1 മന്ത് മുമ്പേ ബാംഗ്ലൂർ പോയി. പിന്നെ നമ്മൾ ഒരുമിച്ചായിരുന്നു താമസം. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോ പുറത്തു വന്നെങ്കിലും എല്ലാം നമ്മുടെ ഈ ഒരു മീൻസ് നമ്മുടെ ബോണ്ടിന് വേണ്ടി നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ജസ്റ്റ് മീറ്റ് ചെയ്തപ്പോ തന്നെ ഓക്കെ ആയിരുന്നു ഞങ്ങൾ 3 പേരും. അപ്പൊ ആ ഒരു സംഭവമാണ് പിന്നീട് അങ്ങോട്ട് വർക്ക്ഔട്ട് ആയത്. നിങ്ങളുടെ 3 പേരും എല്ലാം കോമ്പിനേഷൻ സീൻസ് ആണ് ഉണ്ടായിരുന്നത്. അതുപോലെ ഫഫ ഒരു രക്ഷ ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നു. എടാ മോനെ എന്ന് പറഞ്ഞ് തുടങ്ങിയ ആ ഒരു ക്യാരക്ടർ ത്രൂ ഔട്ട് വൈബ് നിങ്ങളുടെ കൂടെ, അതായത് നിങ്ങൾ ആളുടെ കൂടെ പിടിച്ചു നിൽക്കുകയായിരുന്നു ത്രൂ ഔട്ട് ആ ഒരു എനർജി. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഫഫ സെറ്റിലൊക്കെ? ഭയങ്കര സീനായിരുന്നു. മീൻസ് അടിപൊളിയായിരുന്നു. വേറെ സീനായിരുന്നു. രംഗയായിരുന്നു സെറ്റില്. അതെ, ഒരു ഫഹദ് ഫാസിലിനുപരി നമുക്ക് അവിടെ കാണാൻ പറ്റിയ രംഗയാണ്. നമ്മള് കൂടെ അഭിനയിക്കുമ്പോഴും നമുക്ക് നമ്മളെ തന്നെ പറഞ്ഞ് ഇപ്പൊ ഫഹദൊക്കെയാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ ആവുമല്ലോ. അപ്പൊ അതുണ്ടാവാതിരിക്കാൻ നമ്മൾ ഇത് രംഗയാണ് അങ്ങനെ തന്നെ വിചാരിച്ച് നമ്മള് പെർഫോം ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ജിത്തു ചേട്ടൻ അതാ പറഞ്ഞിട്ടുള്ളത്, നീ ഇത് രംഗയാണെന്ന് വിചാരിച്ചാൽ മതി, നിന്റെ മുമ്പിൽ നിൽക്കുന്ന രംഗയാണ്, അപ്പൊ അങ്ങനെ പെർഫോം ചെയ്താൽ മതി. അപ്പൊ നമ്മള് പുള്ളി അങ്ങനെയാണ് കണ്ടത്. സെറ്റിൽ വരുമ്പോ പുള്ളി രംഗയാണ്, പുള്ളി അങ്ങനെ നിൽക്കുന്നത്. നിങ്ങളിപ്പം അഭിനയിച്ച് തുടങ്ങുന്നത് ആദ്യമായിട്ട് ഫഹദ് ഫാസിലിന്റെ കൂടെ
ത്രൂ ഔട്ട്, അതായത് എനിക്ക് തോന്നുന്നു എല്ലാ സീനുകളും തന്നെ നിങ്ങളും ഉണ്ട്. അപ്പം ഏതായിരുന്നു ആദ്യമായിട്ട് ഷൂട്ട് ചെയ്ത ആ ഒരു ഷോട്ട് ഏതായിരുന്നു? ഫഹദ്ക്കായിട്ടാണോ അതോ നമ്മുടെ ആണോ? നിങ്ങളും ഫഹദ് ഫാസിലുമായിട്ട്, രംഗാണ്ണനും മയൂരി പിള്ളേരുമായിട്ട് ബാർ. ബാറിലെ പുള്ളിയെ പരിചയപ്പെടുന്നത് തന്നെയായിരുന്നു. അത് അത് തന്നെയായിരുന്നു ഫസ്റ്റ് ഷൂട്ട് ചെയ്തത്. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അത് നല്ല ടെൻഷനായിരുന്നു. സംഭവം ആദ്യം എന്ന് വെച്ചാൽ പുള്ളിയായിട്ട് ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് ബിബിയും ബാക്കി പിന്നെ രണ്ടാമത് അജുവും ശാന്തനുമാണ് പോണത്. അപ്പൊ ഇവന്മാര് പറഞ്ഞ് ടെൻഷനാക്കെന്ന് പറഞ്ഞാൽ അറിയാലോ, മറ്റേ ഓൾ ദ ബെസ്റ്റാ. ടെൻഷൻ അടിച്ചിരിക്കുമ്പോ ഓൾ ദ ബെസ്റ്റ് പറയുമ്പോ അറിയാലോ, ഓൾ ദ ബെസ്റ്റ് ആണ് ആ സമയത്ത് ഏറ്റവും വലിയ ടെൻഷൻ. അപ്പൊ എന്താണ് ആളിയ ഇതാണ് സീൻ, ഇതാണ് പൊളിക്കണം എന്നൊക്കെ ഇവന്മാര് പറയുന്നുണ്ട്. അപ്പൊ അത് കുറച്ചുകൂടെ ഒരു ടെൻഷൻ ആവുന്നുണ്ട്. പക്ഷെ എന്നിട്ട് ഇവന്മാര് പറയുന്നുണ്ട് അളിയ ടെൻഷൻ ഒന്നും വേണ്ട, അത് വേറെ എത്രാമത്തെ ടേക്കിലൊക്കെ ആയി? അങ്ങനെ അത് ഓർമ്മയില്ല കൃത്യമായിട്ട്. പക്ഷെ പുള്ളിയായിട്ടുള്ള സീൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ കിടന്ന് മോശമാക്കി ഒരുപാട് ടേക്ക് പോയി കഴിഞ്ഞാൽ പുള്ളിക്ക് അതൊരു ഡിസ്കംഫോർട്ടാണ്. പക്ഷെ പുള്ളി അങ്ങനെയൊന്നും വിചാരിക്കുന്ന ആളല്ല. പക്ഷെ നമ്മള് കോൺഷ്യസ് ആയിരുന്നു, അങ്ങനെ പാടില്ല. അതുകൊണ്ട് നമ്മൾ മാക്സിമം ചെയ്തു. ഫഹദ്ക്കാണ് എനിക്ക് തോന്നുന്നു നമ്മളെ കംഫർട്ട് ആക്കിയത്. ഫഹദ്ക്കാണ് അത് ബ്രേക്ക് ചെയ്തത്. ഒരുപാട് ഷോട്ടൊക്കെ എടുത്തതിന് ശേഷം പുള്ളി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അതിന്റെ നമ്മളിങ്ങനെ ഷോട്ടുകളുടെ ഇടയിൽ നമ്മൾ ഒരുപാട് സംസാരിക്കുമായിരുന്നു, കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ആയിരിക്കും ആദ്യം നമുക്ക് ആ ഒരു ആ സാധനം ഒന്ന് ബ്രേക്ക് ആവാനും കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് പതുക്കെ ആയിട്ട് ചെയ്യാനൊക്കെ. അപ്പൊ അതൊക്കെ തന്നെയാണ് അത് വന്ന് നമ്മൾ അതൊക്കെ പറയുന്ന കാര്യം ഇത്രയായിരിക്കും. നമ്മളിത് ഡിസ്കസ് ചെയ്ത് അതായിരുന്നു നമ്മുടെ എന്റർടൈൻമെന്റ്. അപ്പം അതായത് 3 കുട്ടികൾ പഠിക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂർ പോകുന്നു, ബാംഗ്ലൂരിൽ ചെല്ലുന്നു. അതിനുശേഷം സീനിയേഴ്സിനെ കാണുന്ന അങ്ങനെ റാങ്കിങ് കാര്യങ്ങൾ അടിക്കാനൊക്കെ തോന്നുന്നു. അപ്പം അതിനുശേഷമാണ് നിങ്ങൾ രംഗാണ്ണനെ കാണുന്നതൊക്കെ. അപ്പം ഇങ്ങനൊരു രംഗാണ്ണൻ നിങ്ങളുടെ റിയൽ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ കൂടെ, അപ്പം കള്ളിന് കള്ള്, ഫുഡിന് ഫുഡ്, നിങ്ങളെ ആരും തൊടാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ അടിക്കുന്നു, ഇങ്ങനെ രംഗാണ്ണൻ റിയൽ ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനൊരു രംഗം വേണ്ട. റിയൽ ലൈഫ് ഉണ്ടെങ്കിൽ ഡിഗ്രി ഒക്കെ പാസ്സായനെ. അല്ല, അങ്ങനെ ഉണ്ടായിരുന്ന നിങ്ങൾ എങ്ങനെയൊക്കെ എൻജോയ് ചെയ്തേനെ? ഇപ്പം അല്ല, അത് നമ്മുടെ പടത്തില് തന്നെ ഒരു +2 കഴിഞ്ഞിട്ട് കോളേജിൽ കയറിയ പിള്ളേരുടെ ഒരു ഫാന്റസിയാ. ഞങ്ങളിപ്പോ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് എന്നാലും ഒരുപാട് വയസ്സൊന്നും ആയില്ല, എന്നാലും ഡിഗ്രി ഒക്കെ ഇപ്പൊ നമുക്ക് അത് നോക്കുമ്പോ അതൊന്നും അങ്ങനെ ഒരു എൻജോയ്മെന്റിലോട്ടൊന്നും ഇപ്പൊ എന്താ കള്ളു വാങ്ങിച്ചു തരിക, പെണ്ണിനെ റൂമിൽ കയറ്റുമ്പോഴൊക്കെ ഓടി നടക്കുന്ന സീനൊക്കെ. അപ്പൊ അങ്ങനെ ഒരു എൻജോയ്മെന്റ് ഇപ്പൊ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല, വേണ്ട എന്നൊരു തോന്നലാണ്. അങ്ങനെ ഒരു രംഗം ഉണ്ടെങ്കിൽ പണ്ടൊക്കെ ഡിങ്കാന്നൊക്കെ വിളിക്കുമ്പോഴത്തേനും ഡിങ്കൻ വന്നെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന വിളിക്കുമ്പോ ഓടി എല്ലാം കാര്യങ്ങളും ചെയ്തു തരുന്നത് അങ്ങനെ ഒരാളെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് അങ്ങനെ ഒരാള് എല്ലാവർക്കും അല്ലേ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഇപ്പൊ പറഞ്ഞ പോലെ സഹായം മാത്രം ഒന്നും വേണ്ട. പടം പറയാൻ രംഗണന് ഞങ്ങക്ക് വേണ്ട. ഇപ്പം ശാന്തൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ വളരെ രസകരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിനകത്തൊരു സീനുണ്ട്, അഭിനയിക്കാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്, എന്നിട്ട് അവിടെ ചെല്ലുമ്പോഴാണ് പുലി കണിക്കാണ് അഭിനയിക്കേണ്ടതെന്ന് അറിയുന്നത്. അപ്പം ഇതുപോലെ അഭിനയിക്കാൻ വേണ്ടിയിട്ടൊക്കെ നിങ്ങളിപ്പോ പോയിട്ടുണ്ടല്ലോ, ഓഡീഷൻസ് അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഫണ്ണി മൊമെന്റ് എപ്പോഴെങ്കിലും അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ? സ്കൂളിലാണെങ്കിലോ? നമ്മളിപ്പോ ഒരു സംഭവം ചെയ്യാൻ പോയിട്ട് അവിടെ ചെല്ലുമ്പോ അതല്ല വേറൊരു ഇതിനാണ് വിളിച്ചതെന്ന് പറഞ്ഞ അങ്ങനെ കുറെ കോമഡി സീൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഡ്രസ്സ് മാറിയല്ല, ഇപ്പൊ എന്താ പറയണ്ടേ, വിളിച്ചത് വേറൊന്നിനും നമ്മൾ ചെന്നപ്പോ വേറൊന്നും, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലേ. അതുപോലെ തന്നെ ഉഴപ്പി നടന്നാലും ജയിക്കുന്ന ഒരു ഫ്രണ്ട് എല്ലാവരുടെ കൂട്ടത്തിലും കാണും. അപ്പം നിങ്ങളുടെ കൂടെ ഇത്രയും ഉഴപ്പി നടന്നിട്ടും ലാസ്റ്റ് റിസൾട്ട് വന്നപ്പോ ഒരാള് മാത്രം ജയിച്ചു. അതെങ്ങനെ പഠിച്ചു, എങ്ങനെ സാധിക്കുന്നു? ശാന്തനൊരു ജീനിയസ് ആണ്. പക്ഷെ പക്ഷെ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, ബിബി അവിടെ രാവിലെ ഒക്കെ എഴുന്നേറ്റ് പഠിക്കുന്നുണ്ട്. അതാണ് ഷോർട്ട്സൊക്കെ കാണിക്കുന്ന ബിബി. ഞാനോടത്തപ്പോ ബിബി പാസ്സാവും, ബിബി ഇടയ്ക്കിടയ്ക്ക് അമ്മ കോൾ ചെയ്യുന്നുണ്ട്, അമ്മേനെ നോക്കണം. അപ്പൊ ഒരുപാട് തോറ്റു. നിങ്ങള് വീട്ടിൽ പോകുന്ന സമയത്താണെങ്കിലും ബിബി പറയണത് എടാ പഠിച്ച് രക്ഷപ്പെടണം, നമ്മൾ അതിനു വേണ്ടിയാണ് വന്നതെന്നൊക്കെ പറഞ്ഞ് എന്നിട്ടും തോറ്റെന്നുള്ളതാണ്. ശാന്തന്റെ ക്യാരക്ടർ വെച്ച് കോപ്പി അടിച്ചാലും തുണ്ട് വെച്ചാലും അവൻ ജയിക്കും, ഉറപ്പായിട്ട് ജയിക്കും. അങ്ങനെയാ ജയിച്ചത്, അങ്ങനെ ആയിരിക്കണം. അത് പടത്തിലില്ല, അതെ അങ്ങനെയാണ് ജയിച്ചത്, അങ്ങനെ ആയിരിക്കണം ജയിച്ചിരിക്കുന്നത്. അപ്പൊ ശരിക്കും റിയൽ ലൈഫിൽ എങ്ങനെയാണ് പഠിക്കാനൊക്കെ? ശാന്തനോടാണ് അത് നിങ്ങളോട് പഠിക്കാനൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു.
ഇങ്ങനെ അതായത് ഇങ്ങനെ ഉഴപ്പി നടന്ന ഒരുപാട് ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ലതല്ലേ? അങ്ങനെ പഠിത്തം മാത്രമായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോയിട്ടില്ല. അപ്പൊ അതിന്റെ പുറകെ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്തോണ്ട്. നിങ്ങളോ ഹിപ്സ്റ്റർ എങ്ങനെയായിരുന്നു? ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു, ഇപ്പൊ MBA ചെയ്തോണ്ടിരിക്കുകയാണ്. പഠിപ്പിസ്റ്റൊക്കെ ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ടിരിക്കുന്നു, നല്ലൊരു പഠിപ്പിസ്റ്റാണ്. MBA ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പിന്നെ ഇപ്പൊ നിർത്തി. എന്ന് വെച്ചാൽ ഞാൻ ബാംഗ്ലൂർ പോയപ്പോഴത്തേക്ക് ഡ്രോപ്പ് ചെയ്തിട്ടാണ്. എങ്ങനെയായിരുന്നു ക്ലാസ് ഒക്കെ കട്ട് ചെയ്തൊക്കെ തന്നെയാണോ പഠിച്ചത്? ക്ലാസ് കട്ട് ചെയ്താൽ പഠിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ പഠിക്കാനല്ലേ ക്ലാസ്സിൽ പോകുന്നത്. അല്ല ക്ലാസ് കട്ട് ചെയ്യും, അത് ഫ്രണ്ട്സിനോട്. ഏറ്റവും കൂടുതൽ എന്തിനായിരിക്കും ക്ലാസ് കട്ട് ചെയ്തിട്ടുണ്ട്? സിനിമയ്ക്ക് പോകാൻ തന്നെ. സിനിമയ്ക്ക് പോകാൻ വേണ്ടിട്ടല്ല, തല്ലുണ്ടാക്കാനും ക്യാൻറ്റീനിൽ പോയിരിക്കാനും ഒന്നും അല്ല. ഇല്ല, എന്റെ കോളേജ് ക്യാൻറ്റീൻ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ പഠിച്ച കോളേജിൽ എല്ലായിടത്തും ക്യാമറ ഉണ്ടായിരുന്നു. ആകെ അവിടെ ഒരു ബാത്റൂമിൽ മാത്രമേ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാനും എന്റെ കൂട്ടുകാരും കൂടെ ബാത്റൂമിൽ ഇരിക്കും, താല്പര്യമില്ലാത്ത പീരീഡ്. അതുപോലെ തന്നെ കുട്ടികൾ തൊട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള ക്യാരക്ടറാണ് അമ്പണ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ. അപ്പം അമ്പേട്ടൻ അമ്പേട്ടനും ഒരുപാട് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഒരു ഇരു കഴിഞ്ഞിട്ട്, അതായത് ഓരോ എക്സ്പ്രഷൻസ് ആണെങ്കിലും ക്ലൈമാക്സ് സീനിലൊക്കെ അമ്പേട്ടന്റെ കണ്ട് കുട്ടികളൊക്കെ ഭയങ്കര ചിരിയായിരുന്നു ത്രൂ ഔട്ട്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു അമ്പേട്ടനുമായിട്ടും സെറ്റിലൊക്കെ? സജിൻ ചേട്ടന് എന്താ പറയണ്ട, സജിൻ ചേട്ടന് ഇതുപോലെ നമ്മള് പുള്ളിയായിട്ട് പരിചയപ്പെട്ട ഫസ്റ്റ് ഡേ തന്നെ ഭയങ്കര സിങ്കായി. സജിൻ ചേട്ടൻ പറഞ്ഞ സെറ്റായി. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള എന്നാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന നമ്മുടെ പ്രായത്തിനൊപ്പം നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആയിരുന്നു പുള്ളി. പുള്ളിക്ക് അത്രയും മീൻസ് നമ്മളെ കേട്ടില് സീനിയർ ആണെന്ന് അങ്ങനൊന്നും ഇല്ല. നമ്മുടെ കൂടെ നിൽക്കുമ്പോ നമ്മളെ പോലെ തന്നെ എന്നാ സീനിയർ ആണ്, എന്നാ പ്രായമില്ല. അമ്പേട്ടന്റെ ക്യാരക്ടർ ആണെങ്കിലും നമുക്ക് തോന്നി, അതായത് ഇപ്പൊ മായാവിക്കകത്ത് വിക്രമന്റെ ഒക്കെ ഒരു ക്യാരക്ടർ പോലെ സ്ട്രൈപ്സ് ഉള്ള ടീഷർട്ട്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫസ്റ്റ് അമ്പേട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ വന്നപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു? കാണുമ്പോ തന്നെ നമുക്ക് ചിരി വരും. അമ്പാനെ കാണുമ്പോ നമുക്ക് ചിരി വരും. സജിൻ ചേട്ടനല്ല, അമ്പാനെ കാണുമ്പോ നമുക്ക് ചിരി വരും. അവിടെ ഈ സെറ്റില് രംഗ പെർഫോം ചെയ്യുന്ന കാര്യങ്ങൾക്കും അമ്പ പെർഫോം ചെയ്യുന്ന കാര്യങ്ങൾക്കും എല്ലാം സെറ്റില് തന്നെ ഭയങ്കര ചിരിയാണ്. അത് അവർ പെർഫോം ചെയ്യുമ്പോഴും ചിരിയാണ്, പ്ലേ ബാക്ക് കാണുമ്പോഴും ചിരിയാണ്, തിയേറ്ററിൽ വന്നപ്പോഴും ആ ചിരി ഏറ്റവും വലിയ പ്രശ്നം ഷോട്ട് എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു ഷോട്ട്? അല്ല, ഇവനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. ഇവനൊക്കെ ചെയ്യുന്നതാണ്ട് ജിത്തു ചേട്ടൻ ചിരിച്ചിട്ടുണ്ട് ഒരുപാട്. അതല്ല, ഈ ഇപ്പൊ സജിൻ ചേട്ടന്റെ ഒക്കെ ഇതെന്ന് പറഞ്ഞാൽ സജിൻ ചേട്ടനായാലും ഫഹദ്ഖാനിലും ഓപ്പോസിറ്റ് ഇവര് ചെയ്യുമ്പോൾ നമ്മളത് ഭയങ്കര കൺട്രോൾ ചെയ്ത് ഇപ്പുറത്ത് നിൽക്കുന്നത്. അത് ചിരിക്കാതെ മറ്റേ കടിച്ചു പിടിച്ചാ നമ്മള് നിൽക്കുന്നത്. മറ്റേ തോക്കുമായിട്ട് വരുന്ന സീനൊക്കെ ഇല്ലേ, അതൊക്കെ വരുന്ന ആ പുള്ളി ആ എക്സ്പ്രഷൻ ഇട്ട് വരുന്നേക്ക് നമ്മൾ ആ കട്ട് പറഞ്ഞ ഉടനെ നമ്മൾ ചിരിക്കുമായിരുന്നു. കാരണം എനിക്കൊന്നും അത് അവിടുത്തെ ആ സമയത്ത് അത് ഭയങ്കര എന്തോ തമാശയായിരുന്നു. പിന്നെ എനിക്ക് ഓർത്തിട്ട് ഇപ്പോഴും എനിക്ക് ചിരി കൺട്രോൾ ചെയ്യാൻ അതൊക്കെ ശ്രദ്ധിക്കണം. സീനൊക്കെ ഷൂട്ട് ചെയ്തത് ഭയങ്കര ഫണ്ണായിരുന്നു. പിന്നെ അപ്സറാട്സില് ലാസ്റ്റ് ഇത് നമ്മുടെ ആൻസർ പറയാൻ നേരത്ത് ഫഹദ്ക്കാർ ഒരു സാധനമുണ്ട്, അതിന് ചിരിച്ച് അത് ആ സീനാണ് അളി പടത്തിലുള്ളത്. അതെ കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് ചിരിച്ച് മരിച്ചുപോയി. അപ്പൊ ഒരുപാട് ഇങ്ങനെ നിങ്ങളും സെറ്റിലും ചിരിയായിരുന്നു. അതുപോലെ തന്നെ സ്പോട്ടിൽ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അതായത് ഇപ്പൊ ഡയലോഗ്സിലാണെങ്കിൽ ഇപ്പൊ ഒരുപാട് ഡയലോഗ്സ് ത്രൂ ഔട്ട് എല്ലാവരും കാണാതെ എടാ മോനെ ആണെങ്കിൽ അടക്കമുള്ളത് ഒരുപാട് ഡയലോഗ്സ്, അത് നമ്മുടെയൊക്കെ മനസ്സിൽ നിൽക്കുന്ന ഒരുപാട് ഡയലോഗുകളുണ്ട്. അങ്ങനെ സ്പോട്ടായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക? നോർമലി ജിത്തു ചേട്ടൻ ഇപ്പൊ നമ്മുടെ ഡയലോഗ്സ് എടുക്കുവാണെങ്കിൽ നോർമലി ജിത്തു ചേട്ടൻ നമ്മൾ സ്ക്രിപ്റ്റ് കാണാപ്പാടം പഠിച്ച് ഡയലോഗ് പഠിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പേ ജിത്തു ചേട്ടൻ വരുമ്പോൾ ഇതാണ് സിറ്റുവേഷൻ, അപ്പോൾ നിന്റെ രീതിയിൽ നീ എങ്ങനെയായിരിക്കും ഈ ഒരു ഡയലോഗ് പറയുന്നത്, അപ്പം എന്തെങ്കിലുമൊക്കെ ചില സ്പെസിഫിക് സീനിൽ മാത്രമേ ജിത്തു ചേട്ടൻ വന്നിട്ട് പറയൂടാ ഇന്ന ഡയലോഗ് തന്നെ നീ പറയണം, അത് നിന്റെ രീതിയിൽ പറയും എന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ അങ്ങനെ ജിത്തു ചേട്ടൻ അത് കോട്ടയം സ്ലാങ്ങിൽ പറയും, നമ്മളത് തിരുവനന്തപുരം, ഇവൻ കൊല്ലം. നമ്മളെന്ത് എങ്ങനെ ജിത്തു ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു അതുപോലെ സംസാരിക്കണം. ഇടയ്ക്ക് ചിലപ്പോ ജിത്തു ചേട്ടൻ പറഞ്ഞ പോലെ ചില സ്ലാങ് ഒക്കെ നമ്മൾ പറയാം. അപ്പൊ ചേട്ടൻ കട്ട് ചെയ്തിട്ട് പറയടാ ഇതേതോ നിന്റെ അവിടെ ഇങ്ങനെയാണോ പറയുന്നത്, അല്ല എന്നാ അതുപോലെ പറയാം, അതുപോലെ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഒരു ഫ്രീഡം ജിത്തു ചേട്ടൻ തന്നിട്ടുണ്ട്. ഇംപ്രവൈസ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ ജിത്തു ചേട്ടൻ അത് പറയും, എടാ അവിടെ അത് ചെയ്തോ, അതല്ല ഒരു സ്പെസിഫിക് സീനിൽ ഇങ്ങനെ വേണം എന്നുള്ളത് അത് അതുപോലെ പറഞ്ഞു. കാരണം നമ്മൾ ഇപ്പൊ ഏതൊരു സീൻ എടുക്കുമ്പോഴും നമ്മൾ മാക്സിമം അല്ലടാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് അവിടെ ചെയ്യാൻ പറ്റുന്നതെന്ന് ഇംപ്രവൈസ് ചെയ്യാറുണ്ട്. അത് പറഞ്ഞിട്ട് ഇപ്പം ജിത്തു ചേട്ടനും ഓക്കെ ആണെങ്കിൽ റിഹേഴ്സൽ അല്ല, ജസ്റ്റ്
നമ്മൾ തന്നെ പ്ലാൻ ചെയ്യും സംസാരിക്കും. എന്തൊക്കെയാ ആ scene എന്ത് ചെയ്യണം, സീനിൽ എങ്ങനെ? ചെയ്യാൻ പറ്റും. എന്നിട്ട് ജിത്തുചേട്ടൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ മോശമാണെങ്കിൽ പുള്ളി പറയാം അത് വേണ്ട അത് വേണ്ട അതുകൊണ്ട് നല്ലതാണെങ്കിൽ ഇട്ടോളം പറയും, ഇട്ടോളാം. അങ്ങനെ തന്നെ പറയും. അതേ പടത്തി വേണ്ട ഇത് ഭയങ്കര രസമുള്ള പ്രോസസ് ആയിരുന്നു. അതായത് എന്ത് കിട്ടിയാലും നമ്മൾ മൂന്നുപേരും ഡിസ്കസ് ചെയ്തിട്ട് ഫസ്റ്റ് ടേക്കിൽ എന്തെങ്കിലും പാളിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ പറയാം അളിയത് പാളിയാട്ടാ. അവൻ പറയാം അപ്പൊ അത് ശരിയാക്കാം. അത് നല്ലതാണെങ്കിൽ പറയാം അളിയത് പൊളിയായിരുന്നു കേട്ടോ. അപ്പം പറയാം അടുത്ത ടേക്കിൽ അത് കിട്ടൂല അളിയാ. അങ്ങനെ പറയും. നമ്മൾ മൂന്നുപേര് എല്ലാം ഏത് സീൻ ഏത് ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ നോക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. മോശമാണെങ്കിൽ മോശമാണ്. ജിത്തുചേട്ടന് ഭയങ്കര സന്തോഷമായിരുന്നു. നിങ്ങള് മാക്സിമം നല്ല ഞങ്ങളൊക്കെ ഇരു കൈ നീട്ടി സ്വീകരിച്ചു. അത്രയ്ക്ക് കയ്യടിയായിരുന്നു തിയേറ്ററിൽ ഇരുന്ന്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഓരോരുത്തർ ഓരോ സ്ലാങ്ങിൽ സംസാരിച്ചു. നമ്മുടെ രംഗണ്ണന്റെ സ്ലാങ് എന്ന് പറഞ്ഞാൽ എത്ര ഭാഷകളാണ് കയറി വന്നത്. അപ്പം ഈ ആ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത് ചട്ടമ്പിനാടിലെ മല്ലയ്യ, നായിന്റെ പട്ടിമോനെ അങ്ങനെ സംസാരിക്കണ പോലെ തോന്നി. പിന്നെ കുമ്പളങ്ങിനായിട്ടുള്ള ഷമ്മി, ഇമോഷണൽ സീൻസ് ഒക്കെ അതുപോലെ തന്നെ നമ്മളോട്ട് എക്സ്പെക്ട് ചെയ്യാത്ത ഒരുപാട് എലമെന്റ്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രംഗണ്ണ വന്നിട്ട് ഇൻസ്റ്റഗ്രാം റീൽ ചെയ്തത് അതൊക്കെ ഒരുപാട് രസം. അപ്പൊ നിങ്ങളെ എങ്ങനെയായിരുന്നു അതിന്റെയൊക്കെ ഷൂട്ടും അതൊക്കെ? കരിങ്കാളിയാണോ? ആ കരിങ്കാളി ശരിക്കും പറഞ്ഞ ഈ കരിങ്കാളി ഷൂട്ട് ചെയ്ത് നമ്മൾ കണ്ടില്ല. അപ്പൊ അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളവിടെ പോകുന്നത്. ഈ റീല് കണ്ട് ചിരിക്കുന്ന സീനില് നമ്മള് ആ റീല് ആ സമയത്ത് ഷൂട്ട് ഇല്ല ചെയ്തില്ല, വെറുതെ ഫോൺ നോക്കി ചിരിച്ചു. ഫോൺ നോക്കി ചുമ്മാ ചിരിക്കാൻ പറഞ്ഞതാ. പക്ഷെ ഈ ആ ഷൂട്ട് ചെയ്ത സാധനം നമ്മൾ കണ്ടപ്പോ ശരിക്കും ചിരിച്ചു പോയി. അതെനിക്ക് തോന്നുന്നു അത് നമ്മൾ കണ്ടെങ്കിൽ ആ പടത്തിൽ ആ ചിരിയെക്കാട്ടി കുറച്ചും കൂടെ നല്ലൊരു ചിരി കിട്ടിയത്. എനിക്ക് തോന്നുന്നു അതിനകത്ത് രംഗണ്ണൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് കുറച്ച് ബിബിനോട് കുറച്ച് സ്നേഹം കൂടുതൽ ഉണ്ടായിരുന്നു. അവസാനം സോറി പറയണ്ട എന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഫഹദിക്കനെ ആദ്യമായിട്ട് കാണുന്നു. അപ്പം അഭിനയിക്കുന്ന എങ്ങനെയായിരുന്നു ബിബിക്ക് ആ ഒരു എക്സ്പീരിയൻസ്? അത് എന്താണ് ജിത്തു ചേട്ടനും പറഞ്ഞിട്ടുള്ള എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ രംഗയ്ക്ക് ബിബിയോടാണ് ഇഷ്ടം എന്നുള്ള സാധനം, കുറച്ച് കൂടുതൽ ഇഷ്ടം ബിബിയോടുള്ള സാധനം നമുക്ക് അറിയായിരുന്നു. അപ്പം എന്താണ് ഞാൻ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മെന്റലി പ്രിപ്പയർ ആയി. കാരണം നമ്മളങ്ങനെ നമുക്ക് കുറച്ച് കോമ്പിനേഷൻ സീൻസ് വരുമ്പോൾ നമ്മൾ ടെൻസ്ഡ് ആവാൻ പാടില്ലല്ലോ. അപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന രംഗയാണ്. ബിബിക്ക് രംഗയോട് അങ്ങനെ രംഗയ്ക്ക് സ്നേഹമാണെങ്കിലും ബിബിക്ക് അങ്ങനെ വലിയ താല്പര്യമില്ല. അപ്പൊ അങ്ങനെ തന്നെ നിൽക്കണം. അങ്ങനെ അതുപോലെ തന്നെ ബിബിയും അമ്മയും തമ്മിലൊരു ബോണ്ടും. അതായത് അമ്മയുടെ കോള് വരുന്ന സമയങ്ങളിലൊക്കെയാണ് രംഗണ്ണന്റെ കണ്ണ് നിറയുന്നതും അല്ലെങ്കിൽ പെട്ടെന്നൊരു ട്വിസ്റ്റ് കഥയിൽ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത് അതായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ശരിക്കും അമ്മ കോൾ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള റിംഗ് ടോൺസ് ഒക്കെ, അതായത് അങ്ങനെ ലൈക്ക് അങ്ങനെ സോങ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ആ സോങ്സ് ഒക്കെയാണോ റിംഗ് ടോൺ ആയിട്ട്? അല്ല, എപ്പോഴെങ്കിലും ഇട്ടിട്ടുണ്ടായിരുന്നു, പണ്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് തന്നെ തന്താരൻ ഇട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ചെയ്യും. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. അമ്മ ഫിലിം കണ്ടിട്ട് എന്താണ് പറഞ്ഞത്? അമ്മയൊക്കെ ഭയങ്കര ഹാപ്പിയായി. ഒരുപാട് റിലേറ്റീവ്സ് ഒക്കെ വിളിച്ചു, അടിപൊളിയാണെന്ന് പറഞ്ഞു. അവരൊക്കെ ഭയങ്കര ഹാപ്പി. വീട്ടിലൊക്കെ എല്ലാരും ഭയങ്കര ഹാപ്പിയാണ്. എല്ലാരും ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താ പറയണ്ടെന്ന് അറിയത്തില്ല. പറഞ്ഞു നീ അത് നന്നായിട്ട് ചെയ്തു അല്ലെങ്കിൽ അവർക്ക് ഈ സിനിമയാണ് ഭയങ്കരമായിട്ട് തോന്നിയത്. നമ്മളെ കാണുന്നേക്കാളും ഈ ചില പടത്തിലെ വേറെ സർപ്രൈസുകളാണ് അവര് നമ്മളടുത്ത് എടുത്ത് പറയുന്നത്. ഓവറോൾ ഒരു ഇതാണ് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. എന്നാലും അവര് ഭയങ്കര എൻജോയ് ചെയ്ത്, എല്ലാവരും ഒന്നടങ്കം കേരളം ഒന്നടങ്കം എൻജോയ് ചെയ്തെന്ന് ഉറപ്പാണ്. അപ്പൊ ഞാൻ ചെറുതായിട്ട് കോളേജ് റൗണ്ടിലേക്ക് പോവുകയാണ്. നിങ്ങളെല്ലാവരും കോളേജ് കഴിഞ്ഞ കോളേജ് കുമാരന്മാരാണ്. അപ്പം കോളേജിൽ ഇതുപോലെ ആരെങ്കിലും ഒക്കെ ശരിക്കും തല്ലാനായിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നോ? അവനൊരു അടി കൊടുക്കണം തോന്നിയിട്ടുണ്ട്. അതെ തോന്നിയിട്ടുണ്ട്. പക്ഷേ പഠിപ്പിയായിരുന്നൊക്കെ ഇല്ല. എന്നാലും എങ്ങനെ സീനിയേഴ്സിന്റെ അടുത്ത് എനിക്ക് വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. നാട്ടിലോ അല്ലെങ്കിൽ അല്ല കോളേജിൽ ഇങ്ങനെ വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. വഴക്കുണ്ടായിട്ടുണ്ട്. അപ്പൊ അടിക്കണം എന്നല്ല, അടി കൊടുത്തിട്ടുണ്ടോ? അടി ഉണ്ടായിട്ടുണ്ട് അല്ലേ? അടി ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അങ്ങനെ മനഃപൂർവ്വം നമ്മൾ അടിക്കണം അങ്ങനെയില്ല. അടി അങ്ങനെയൊന്നുമില്ലായിരുന്നു. അതുപോലെ തന്നെ ബോയ്സ് ഹോസ്റ്റൽ അതിനകത്ത് കാണിക്കുന്നുണ്ട്. ശരിക്കും നിങ്ങൾ ബോയ്സ് ഹോസ്റ്റൽ അല്ലെങ്കിൽ ബോയ്സിന്റെ ഹോസ്റ്റലൊക്കെ ഇത്ര അലമ്പായിരിക്കും? ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അത് എക്സ്പ്ലോർ ചെയ്യുന്നത്. എന്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഒരു ഹോസ്റ്റല് ഇപ്പൊ ഞാൻ ബോയ്സ് ഹോസ്റ്റൽ കണ്ടിട്ടുണ്ട്. ഞാൻ നിന്നിട്ടില്ല, പക്ഷെ ഫ്രണ്ട്സ് ഒക്കെ നിക്കുന്നത് കണ്ടിട്ടുണ്ട്. അവിടെ പോയിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഇത്ര അലമ്പില്ല അല്ലേ? ഇത് ഭയങ്കര അലമ്പല്ലേ? അജു ബി ശാന്തനും വന്നലമ്പ്. കാരണം ഇവര് കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർ പോയി മറ്റേ ഫ്രീഡം കിട്ടിയ പിള്ളേര് കുറച്ചും കൂടെ വൃത്തി കാണും.
കുറച്ചും കൂടെ ആരെങ്കിലും ഹോസ്റ്റലിൽ നിന്നിട്ടുണ്ടോ? ഇല്ല ഞാൻ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഹോസ്റ്റലിൽ അങ്ങോട്ട് പോവാറുണ്ട്. നിങ്ങളുടെ ഫസ്റ്റ് ഹോസ്റ്റൽ ലൈഫും ആയിരുന്നു. അത് തോന്നിയില്ല, നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആണെന്ന് ഞങ്ങൾ ഓർത്തത്. അതാണ് ജിത്തുചേട്ടന്റെ എക്സ്പീരിയൻസ്. ജിത്തുചേട്ടന്റെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് പറഞ്ഞു തന്നതും നമ്മൾ ചെയ്തതല്ല. അതുപോലെ തന്നെ നിങ്ങളൊരു ഗ്യാങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ബോയ്സ് എല്ലാവരും ഒരു ഗ്യാങ് ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞു. അതുപോലെ ബോയ്സ് ഗ്യാങ് ആയി നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? ഒരു ഗ്യാങ് ഇൻഡിവിജ്വൽ ആരെങ്കിലും കളിയാക്കും. അതെ, ആരെങ്കിലും പറ്റിയ വായ്നോട്ടം ആരെങ്കിലും പറ്റിയൊക്കെ അല്ല അല്ല ഫ്രണ്ട്സ് ഒക്കെ കൂടുമ്പോ അങ്ങനെ നമ്മള് വായനോട്ടത്തിനെക്കാട്ട് കൂടുതൽ കൂട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ആരെങ്കിലും ടാർഗറ്റ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തമാശ. അതെ, ഇപ്പൊ ഞങ്ങള് മൂന്നുപേരും കൂടിയ പോലും നമ്മൾ അത് തന്നെയാണ്. ഇപ്പൊ ഇവനെ ടാർഗറ്റ് ചെയ്യാൻ ഞാൻ അവനും കൂടെ ചേരും. ഒരാൾ ചില സമയത്ത് ഇവൻ, ചില സമയത്ത് അവൻ. അതിങ്ങനെ മാറി മാറി നമ്മുടെ ഇതില് അതിപ്പം എന്താണ് അബദ്ധവശം എന്തെങ്കിലുമൊക്കെ വരും. അപ്പൊ അതില് നമ്മള് കയറി പിടിക്കും. അങ്ങനെ അല്ല, പിടിച്ചു കഴിഞ്ഞാൽ മറ്റവൻ സപ്പോർട്ട് ചെയ്യും. അതെ, ഇപ്പൊ ഇവൻ എന്തെങ്കിലും പറഞ്ഞാൽ ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. അപ്പൊ കൂടുതലും ഞാനായിരിക്കും എയറിലാവുന്നത്. അവര് കൂടിക്കഴിഞ്ഞാൽ അതാണ് ഞാൻ ചോദിച്ചത്. അപ്പം 3 പേര് കൂടിക്കഴിഞ്ഞാൽ ഒരാൾ എന്താണ് എയറിലായിരിക്കും. ഈക്വൽ ആയിരിക്കും. നമ്മളത് ടാലി ചെയ്ത് കൊണ്ടുപോകും. ഇപ്പൊ ഇവൻ പറയാ എന്താടാ, അപ്പൊ നമ്മൾ ഇവനെ കളിയാക്കും, അപ്പൊ ഇവന്മാരെ എന്നെ കളിയാക്കും. അപ്പൊ അങ്ങനെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമോഷണലി കുറച്ചുകൂടി, അതായത് ബിബി എന്ന് പറഞ്ഞ ക്യാരക്ടർ അതിനകത്ത് കുറച്ച്, അതായത് നിങ്ങൾ എന്റെ സ്ട്രോങ് ആയിട്ടൊക്കെ നിൽക്കുന്ന സമയത്തും അമ്മയുടെ കോള് വന്നു കഴിഞ്ഞിട്ട് കരയണ ഒരു സീൻ ഉണ്ട്. അപ്പൊ മനസ്സിലായി റിയൽ ലൈഫിൽ അങ്ങനെയാണോ? പെട്ടെന്ന് സെന്റിമെന്റൽ ആവും? സെൻസിറ്റീവ് ഒന്നും അല്ല. ബിബിയുടെ അത്ര സെൻസിറ്റീവ് അല്ല, ബിബിയുടെ അത്ര സെൻസിറ്റീവ് അല്ല. കാരണം ഇടയ്ക്ക് ഹിപ്സ്റ്റർ ആണെന്ന് പറയുന്നുണ്ട്, ഇനി ഇതോർത്തോണ്ട് നീ കരയണ്ടെന്ന് പറഞ്ഞൊരു അതോർത്തിരുന്നു മോങ്ങണ്ട. പക്ഷെ എനിക്ക് തോന്നുന്നു ബിബിയൊക്കെ ടീം അജു തോന്നുന്നു അജുവിനാണ് ഇമോഷൻ അവസാനമൊക്കെ ആവുമ്പോഴത്തേക്ക്. അജുൻ നമ്മൾ അതൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം പെട്ടെന്ന് നല്ല ബോൾഡായി നിന്നിട്ടാണ് നീ എന്താണ് അടി കൊണ്ടിട്ട് കരയാത്തതെന്ന് ചോദിക്കുമ്പോഴത്തേനോ കുറച്ച് കഴിഞ്ഞ് നീയാണോ കരഞ്ഞത്? അത് പുള്ളി ചെന്ന് വിടുന്ന, അല്ല അജു എന്ന് പറയുന്ന ഒരാള് ചെന്ന് വിടുന്നതെന്ന് വെച്ചാല് ഒരു പേടിയില്ലാത്ത ഒരു 22 പേരുടെ കൂട്ടത്തില. അപ്പൊ കുറച്ചെങ്കിലും ധൈര്യമുള്ളത്, അല്ല പേടിയുള്ള ഒരു 22 പേരുടെ കൂട്ടത്തില. അപ്പൊ കുറച്ചെങ്കിലും ധൈര്യമുള്ളത് ഇത്. അപ്പം അപ്പൊ പിന്നെ ആളാവാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അതാണ്. അജുവിന്റെ ഒരു അതാണ് കാണിക്കുന്നത്. അതെ, അജു ഷോ കാണിക്കുന്നത് ശാന്തന്റെ അടുത്ത്, ബിബിയുടെ അടുത്തൊക്കെ ഷോ കാണിക്കുന്നത്. പാവം ശാന്തൻ, അല്ല മണ്ടൻ അവരുടെ അടുത്തൊക്കെ ഷോ കാണിക്കുക. കാരണം ഇവരെ ഈ ബിബിയെയും ശാന്തനെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് വെറും ഇല്ല പിള്ളേരെ പോലാണ് എന്ന് പറയുന്നത് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ പുള്ളിക്ക് അതിനുള്ള ധൈര്യവും ഒന്നും ഉണ്ടായിട്ടല്ല. പുറത്തങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. അജു പുറമെ ഒരു ഭയങ്കര ധൈര്യശാലിയെ പോലെ കാണിക്കുന്നെങ്കിലും ഉള്ളിലൊരു പേടിത്തൊണ്ട. ട്വിസ്റ്റ് ബിബിയിലേക്കായിരുന്നു. ബിബിയാണ് പിന്നെ പറഞ്ഞത് നീ എന്താണ് രംഗൻ സംസാരിക്കണം. അല്ല, ശരിക്കും പറഞ്ഞാൽ അത് പടത്തിന്റെ ഒരു ഓരോ ക്യാരക്ടറിന്റെ ആർക്ക് തന്നെയാണ്. അങ്ങനെ തന്നെ റിയൽ ലൈഫിൽ നിങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ ആ ഒരു ക്യാരക്ടറൊക്കെ ആയിട്ട് യോജിച്ചു പോകുന്നവരാണോ? കാരണം നമുക്കത് ഭയങ്കര ഇതായിട്ട് ഫീൽ ചെയ്തു, റിയൽ ആയിട്ട് തന്നെ. ശാന്തനായിട്ട് എനിക്കൊരു ബന്ധമില്ല. എന്നുവെച്ചാ ഈ ബിബി എന്ന് പറഞ്ഞ ക്യാരക്ടർ തന്നെ ഒരു ഭയങ്കര അലമ്പിലോട്ട് പോകുമ്പോ തന്നെ അവന്റെ മൂടങ്ങ് മാറാ. എന്താണ് ഈ കാണിക്കുന്നത് എന്നുള്ളൊരു അതെനിക്കും ഉണ്ട്. എനിക്കും അങ്ങനെ വലിയ അലമ്പൊന്നും അങ്ങനെ താല്പര്യമില്ല. ഇച്ചിരി ഒതുങ്ങി പോകുന്നൊരു, മാക്സിമം അടികളിലൊന്നും പോവാണ്ട് ഒതുങ്ങി പോണ ഒരു ടൈപ്പാണ്. പക്ഷെ അതിലുള്ള പറ്റിക്കുന്നൊന്നുമില്ല ആരും. അതുപോലെ തന്നെ കോളേജിൽ റാഗിങ് കിട്ടിയിട്ടുണ്ടോ? ചെറിയ എന്തായിരിക്കും കിട്ടിയ? പാട്ട് പാടാനും റാഗിങ് ഒന്നും ഇല്ലായിരുന്നു. കോഴിക്കറി വെക്കുക, ദോശ ചുടുക, കാർ ഓട്ടിക്കുക, അങ്ങനെയൊക്കെ. കാറ് കഴുകുക, അല്ലാതെ പഠിച്ചതൊക്കെ എവിടാണ്? ഞാന് ക്രൈസ്റ്റ് നഗർ, ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഞാൻ കൊല്ലം. ഇനി അതായത് ഹിപ്സ്റ്റർ പറഞ്ഞു ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോയിട്ടുണ്ട്. നിങ്ങളും ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് സിനിമയ്ക്ക് തന്നെയാണോ കൂടുതലും പോയിട്ടുള്ളത്? കൂടുതലും സിനിമയ്ക്ക് തന്നെ പോയിട്ടുള്ളത്. ക്ലാസ് കയറിയിട്ടുണ്ടോ? കോളേജൊക്കെ ഫസ്റ്റ് ഇയർ ഒക്കെ ഫുള്ള് കയറി. പിന്നെ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഒന്നും കയറിയിട്ടില്ല. അങ്ങനെ ഒരുപാടുണ്ട്. ഞാൻ മാത്രമല്ല, ഉമ്മ രണ്ടും പഠിപ്പിച്ചാ. റിയൽ ലൈഫിൽ പാസ്സായല്ല, റിയൽ ലൈഫിൽ നേരെ തിരിച്ചാ. സിനിമയില് പാസ്സായിട്ട് ഇപ്പൊ പറയാം എനിക്ക് കുറെ സപ്ലൈ ഇട്ട് എഴുതണം, സിനിമ കഴിഞ്ഞിട്ട് വേണം എഴുതാൻ വേണ്ടിട്ട്. അതുപോലെ ഞാൻ ഹിപ്സ്റ്ററിലേക്ക് പോവാണ്. ഹിപ്സ്റ്റർ ആ ഒരു പേര്, അപ്പൊ സിനിമ കണ്ടപ്പോഴേ ഇടയ്ക്ക് ഹിപ്സ്റ്റർ എന്നുള്ള നെയിം തന്നെയാണ് മൈൻഡിൽ വന്നത്. അജു ഉണ്ട്, എന്നാലും ഹിപ്സ്റ്റർ എന്ന് തന്നെയാണ്. എങ്ങനെയാണ് ഈ ഹിപ്സ്റ്റർ ഒരു വെറൈറ്റി നെയിം? അപ്പം അത് ഓൺലൈൻ ഗെയിമിങ്ങിലൂടെയാണ് ഹിറ്റ് ആയത്. എങ്ങനെയാണ് ഈ പേര് ചൂസ് ചെയ്തത്? പേര് ചൂസ് ചെയ്തൊന്നുമില്ല, ജസ്റ്റ്
കുറച്ചും കൂടെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു പേര് വേണമെന്ന് എന്ന് തോന്നി. അപ്പൊ അങ്ങനെ സ്വീകരിച്ചൊരു പേരാണ് ഹിപ്സ്റ്റർ. മീനിങ് ഹിപ്സ്റ്റർ എന്ന് പറഞ്ഞാല് പുതിയ ഫാഷൻ ട്രെൻഡ് കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുന്ന ഒരാൾ. അതിന്റെ ഗൂഗിൾ മീനിങ് അങ്ങനെയാണ്. അപ്പൊ കറക്റ്റ് അല്ലേ അല്ലേ? അതുപോലെ തന്നെ ഇപ്പം ഗെയിമിംഗ് ഒക്കെ ആയിരുന്നു ആദ്യം, യൂട്യൂബിലൂടെയാണ് വന്നത്. ഗെയിമിംഗ്, പിന്നെ ഒമേഗിൾ കോണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു, അതിനുശേഷം ആക്ടിങ്. അപ്പൊ ഇത് മൂന്നൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഏതായിരിക്കും ബെറ്റർ, അല്ലെങ്കിൽ ഏതാണ് ഈ കരിയർ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാഷനായിട്ട് ഇനി കൊണ്ടുപോകാൻ പോകുന്നത്? പാഷനായിട്ട് സിനിമ തന്നെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. കാരണം ഞാൻ സിനിമ കാണാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ഏകദേശം 1 വർഷമായിട്ട് നമ്മൾ സിനിമയുടെ പിറവെയാണ്. സിനിമയെ പറ്റിയാണ് പഠിക്കുന്നത്, സിനിമയെ പറ്റിയാണ് സംസാരിക്കുന്നതും. ഇത് മാത്രമാണ് ഇപ്പോഴത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. നമ്മുടെ 3 പേരുടെയും നമ്മളിപ്പോൾ ഏകദേശം 1 വർഷമായിട്ട് ഒരുമിച്ചാണ്. അപ്പൊ ഈ ഒരു കോൺവെർസേഷൻ എന്ന് പറയുന്നതും ഇതിനെ പറ്റിയാണ്. അപ്പൊ ഇനി മുമ്പോട്ട് നമ്മുടെ സർക്കിൾ അനുസരിച്ച് നമ്മൾ ചേഞ്ച് ആവുമല്ലോ. ചേഞ്ച് നമ്മളിപ്പം എന്താണ് സിനിമയെ പറ്റി ചർച്ച ചെയ്യുന്ന ഒരു സർക്കിളിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മളെ കരിയർ അല്ല, നമ്മുടെ താല്പര്യം അതിലോട്ടായി അങ്ങോട്ടാവും. അപ്പം ഇപ്പൊ ഹിപ്സ്റ്റർ ഗെയിമിംഗ് എന്ന് പറഞ്ഞ ഒരാളായാലും അവൻ നിൽക്കുന്ന സർക്കിളൊക്കെ കൂടുതൽ സംസാരിക്കുന്ന സിനിമയെ പറ്റിയാണ്, അഭിനയത്തെ പറ്റിയാണ്. ഇപ്പൊ നമ്മുടെ ഫിലിം ഹിറ്റായി വന്നതുകൊണ്ട് ഇനിയിപ്പം എന്താണെങ്കിലും ഫിലിമിലേക്ക് തന്നെ ആയിരിക്കും ഹിപ്സ്റ്റർ. അല്ല, ഞാനിപ്പോൾ ഇതിന്ന് ഇനിഷ്യലി അല്ലെങ്കിൽ ഗ്രാജുവലി ഈ പടം തീരുന്ന വരെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അതെനിക്ക് ഞാൻ പഠിച്ച കുറേ കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്ക് ഇനിയും കുറച്ച് കാര്യങ്ങൾ ചെയ്യാം എന്ന് എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വന്നു. അപ്പോൾ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അതുമായിട്ട് മുമ്പോട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. തീർച്ചയായും. കുട്ടിക്കാലത്ത് ആർക്കെങ്കിലും സിനിമ നടനാവണമെന്നെങ്കിൽ അങ്ങനെ ഒരു ആക്ടിങ് പാഷൻ കൊണ്ടു നടന്നിട്ടുണ്ടോ? അതായത് ഫിലിമിലേക്ക് തന്നെ എനിക്ക് നോക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്. ചെറുതില് ഈ നമ്മുടെ മറ്റേ നോക്കിയുടെ ഫോണില്ലേ, അതില് നമ്മള് എഡിറ്റ് ചെയ്യാനൊന്നും ഇല്ലല്ലോ. അപ്പൊ ഈ പോസ് ചെയ്യുന്നവരെ ഒരു ഷോട്ട്, അപ്പൊ അങ്ങനെ ചെറിയ വീഡിയോസും ഷോർട്ട് ഫിലിം ഒക്കെ എടുക്കും അതില്. അങ്ങനത്തെ ഒരു 7ാം ക്ലാസ്സിലൊക്കെ തന്നെ എന്നുവെച്ചാ അപ്പം വലിയ ആഗ്രഹമല്ല, എന്നാലും ഒരു താല്പര്യം അതിലോടൊരു സിനിമയിലോട്ടൊരു താല്പര്യം. എല്ലാവർക്കും നിങ്ങളുടെ ഒരു ഡ്രീം ആയിരുന്നു. അതെ. അപ്പൊ അതിലേക്ക് എങ്ങനെ എത്തിപ്പെടണം എന്നൊന്നും മുമ്പ് അറിയത്തില്ലായിരുന്നു. എനിക്കത് കുറച്ച് ഒരു 2016-17 ആയപ്പോഴാണ് ഡബ് സ്മാഷിന്റെ ആ പരിപാടികളൊക്കെ വന്നതും. അപ്പം അങ്ങനെ ഒരു സിനിമയിലേക്ക് ഒരു വഴിയാവും എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ അല്ല, അത് കഴിഞ്ഞിട്ട് അതിന്റെ സമയം കഴിഞ്ഞപ്പം കോമഡി വീഡിയോസ് ചെയ്തിട്ടുണ്ട്, വൈൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇൻസ്റ്റാഗ്രാം വീഡിയോ എന്ന് പറയുമ്പോ തന്നെ നമുക്ക് രംഗണ്ണനെ ഓർമ്മ വരുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ ലൈക്ക് ചെയ്യാൻ ഞാൻ മാത്രമേ ഉള്ളൂ, ആർക്കും എന്നോട് ലൈക്ക് ഇല്ല. അതെ, അന്ന് നമ്മളോട് ആർക്കും ലൈക്ക് ഒന്നും ഇല്ലായിരുന്നു, അതുകൊണ്ട് ആരും കണ്ടതുമില്ല. പിന്നെ ജിത്തു ചേട്ടൻ ലൈക്ക് ചെയ്തിട്ട് വിളിച്ചു. അത് നല്ലൊരു ചാൻസ്, നല്ലൊരു ലൈക്ക് ആയിരുന്നു. അതെ, നല്ലൊരു ലൈക്ക് ആയിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ ഹിപ്സ്റ്ററിനും രംഗണ്ണനും ഒരു സെയിം ഒരു സാധനം ഉണ്ട്. എന്താന്ന് ഊഹിക്കാമോ? ഞാൻ തന്നെ പറയാം, ഞാൻ കണ്ടുപിടിച്ചതാണ്. എന്തെന്ന് പറഞ്ഞാൽ ഇപ്പം രംഗണ്ണൻ എന്ന് പറഞ്ഞ ആള്, അതായത് ഒരു പ്രോപ്പർട്ടി വാങ്ങുന്ന ഒരു തരിശു ഭൂമിയായിരുന്നു. അതിനുശേഷം അവിടെ ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ട് വരുന്നു, അങ്ങനെ ഒരു ലക്ക്. അതുപോലെ തന്നെ ഹിപ്സ്റ്റർ പണ്ട് യൂട്യൂബ് ചാനൽ ഒരാൾക്ക് മറിച്ചു വിട്ടിട്ട് 200 രൂപയ്ക്ക് മറിച്ചു വിട്ടിട്ട് 100 രൂപയ്ക്ക് തിരിച്ചു വാങ്ങിയിട്ട് സബ്സ്ക്രൈബേഴ്സ് അടിച്ച ആളാണ്. അത് അതുമായിട്ട് കമ്പയർ ചെയ്യാൻ ഇത് എക്സ്ക്ലൂസീവ് അല്ലേ? അല്ലേ? ഞാൻ കണ്ടുപിടിച്ചതാണ്. എക്സ്ക്ലൂസീവ് ഒന്നുമല്ല. ചോദിച്ചോ? അല്ല, ആരും ചോദിച്ചില്ല. ചോദിച്ചില്ലല്ലോ. അണ്ണൻ തിരിച്ചു വന്നു, 40 ഇരട്ടിയായിട്ട് പറഞ്ഞ പോലെ. എന്തായാലും അതൊരു നിങ്ങൾ തമ്മിലുള്ള ഒരു മാച്ചിങ് സാധനം. അതല്ല, അങ്ങനെയല്ല, തിരിച്ചു കൊടുത്ത് സബ്സ്ക്രൈബേഴ്സ് മില്യൺ ആക്കിയ ഒരാളാണ്. അപ്പൊ എങ്ങനെയായിരുന്നു ഈ ഗെയിമിംഗ്, ഈ യൂട്യൂബ് ചാനൽ പിന്നീട്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇപ്പൊ എല്ലാവരും ഗെയിമർ എന്ന് പറയുന്നെങ്കിൽ തന്നെ ലൈക്ക് ഞാൻ ഒരു ഹാർഡ് കോർ ഗെയിമർ അല്ല. അത് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക. ഞാൻ ഭയങ്കര ഗെയിമിംഗ് പാഷനേറ്റ് ആയിട്ട് ഗെയിം ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാൾ. ഞാൻ സ്ട്രീം ചെയ്യുന്ന GTA 5 എന്ന് പറയുന്ന ഒരു ഗെയിമാണ്. അത് ഞാൻ എൻ്റെ എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി അതിലൊരു സെപ്പറേറ്റ് ക്യാരക്ടർ ഉണ്ടാക്കി ആ ഗെയിം ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. അങ്ങനെ ഗെയിം കളിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഒരു ഹാർഡ് കോർ. ഈ ഗെയിമർ എന്ന് പറയുമ്പോൾ അതിൽ കുറെ ഇതുണ്ട്. ഗെയിം കംപ്ലീറ്റ്ലി ഒരു ഇ സ്പോർട്സ് രീതിയിൽ അല്ലെങ്കിൽ പാഷനേറ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ഇതുണ്ട്. അപ്പൊ ഈ ഗെയിമർ എന്ന് പറയുന്ന ഈ ടാഗ് ഇങ്ങനെ തരുമ്പോൾ എനിക്ക് എന്തോ ഒരു ഇതാണ്. ഞാൻ അല്ല, ടാഗ് വേണ്ടെന്നല്ല, ഞാൻ ഗെയിം കളിക്കുന്ന ഒരാളാണ്. പക്ഷെ ഈ ഗെയിമർ എന്ന് നിങ്ങൾ സ്പെസിഫൈ ചെയ്യുന്നതിന്റെ കുറെ പേര് സ്പെസിഫൈ ചെയ്യുന്നല്ല, അത് ഞാൻ പറഞ്ഞതാണ്. അപ്പം ഞാൻ മെയിൻലി എന്നെ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങിയത് ഈ ഒമേഗിൾ ഈ വീഡിയോസിലാണ്, ഒരിക്കലും ഗെയിമർ എന്നുള്ള ടാഗിലല്ല. അപ്പം അതിൽ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, അല്ലെങ്കിൽ ആ ഒരു എന്റർടൈൻമെന്റ് രീതിയിലുള്ള വീഡിയോസിൽ നിന്നാണ് ബിഗിനിങ് ജേർണി. അതായിരുന്നു. ഇനിയിപ്പോ കൂടുതലും ഫിലിംസ് അതൊക്കെയാണ് പാഷനായിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. എത്ര നേരമൊക്കെ ഗെയിമിന് വേണ്ടിയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യായിരുന്നു ഒരു ദിവസമൊക്കെ?
ഒരു ദിവസം ഇപ്പം നൈറ്റ് ഒരു 8 മണിക്ക്, അതായത് 8 മണിക്ക് സ്ട്രീം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മോർണിംഗ് ഒരു 2:30, 3, 4 മണി വരെ സ്ട്രീം. അത്ര സമയം ഷൂട്ട് പോലും ഇല്ലായിരുന്നല്ലേ? ഷൂട്ട് ചെയ്തിട്ടില്ലേ ഇതുവരെ? കോണ്ടന്റ്സ് ഒക്കെ അപ്പം എടുക്കാറൊക്കെ ഈ ടൈമിൽ തന്നെ, അതായത് സ്ട്രീം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ടൈമിലായിരിക്കും കോണ്ടന്റ്സ് എടുക്കാറ്. അപ്പോൾ എന്നിട്ട് മോർണിംഗ് എഡിറ്റിംഗ് പരിപാടി. അപ്പൊ ഉറക്കമേ ഇല്ലാത്ത രാത്രികൾ ഉറക്കമില്ലാതെ കുറെ ഇറക്കി. എന്ന് വെച്ചാൽ ഞാൻ മന്ത്ലി ഒരു വീഡിയോസ് ഒക്കെ വെച്ചിട്ട് ഇടുന്ന ഒരാളായിരുന്നു. എനിക്ക് അങ്ങനെ ഭയങ്കര ഇതില്ല, ജസ്റ്റ് ടൈം പോകാൻ വേണ്ടി മാത്രം. കാരണം എനിക്ക് അങ്ങനെ റവന്യൂ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് അതിലൊരു എഡിറ്റിംഗിൽ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ഇങ്ങനെ വീഡിയോസ് എഡിറ്റ് ചെയ്ത് ഇടുക എന്നുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, രംഗണ്ണന്റെ ആ തരിശുഭൂമിയിൽ ബാംഗ്ലൂർ ഇന്റർനാഷണൽ എയർപോർട്ട് വന്ന പോലെയാണ് ഹിപ്സ്റ്ററിന്റെ യൂട്യൂബ് ചാനൽ മില്യൺ ഫോളോവേഴ്സ് വന്നതെന്ന്. അല്ല, അതൊരു ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, ജസ്റ്റ് സന്തോഷം. അതുപോലെ തന്നെ ഈ സിനിമയിൽ ഏറ്റവും ഹിറ്റായിട്ട് നിന്നാണ് ദംഷ്ലാട്സ് ചെയ്യുന്നത്. അതായത് ചോട്ടാ മുംബൈയൊക്കെ എങ്ങനെ ചെയ്യുമെന്ന് നമ്മളൊക്കെ, ഞാനൊക്കെ ഇത് ഏത് സിനിമയും പറയണേ, അതെല്ലാം ഫുള്ള് ജിത്തുചേട്ടന്റെ ആ ഐഡിയാസ് ആയിരുന്നു. എന്നിട്ട് വാളും കൊണ്ടാണ് നിൽക്കുന്നത്. കാരണം നമ്മളൊക്കെ ഗെയിം കളിച്ച് ഫെയിൽ ആയാലും ഇങ്ങനെയൊക്കെ, ഇത് വാളും കൊണ്ട് നിൽക്കുന്ന ഒരാള്. എല്ലാം വിരുദ്ധ സാധനങ്ങൾ. അതായത് ഇപ്പം ഒരു ഗുണ്ട എന്ന നിലയ്ക്ക് നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ചിരി വരുന്നത്. ഇപ്പം ദംഷ്ലാട്സിന്റെ അടുത്ത് വാള് പിടിച്ചു വന്നിട്ട് ആ വെട്ടാണ് പുറത്തുണ്ടെന്ന് അമ്പെണ്ണം പറയുമ്പോഴങ്ങനെയൊക്കെ. ആ സീനാണ് സത്യം പറഞ്ഞ രംഗയ്ക്ക് വേറൊരു ഫേസ് ഉണ്ടെന്ന് കാണിക്കുന്ന ഒരു സീനാണ് സത്യം പറഞ്ഞ ആ ഡംഷ്ലാട്സ് മൊത്തത്തിൽ. ആ പുള്ളിയുടെ വേറൊരു ഷെയ്ഡ് കാണിക്കുന്ന സീൻസ് ആണത്, ആ കംപ്ലീറ്റ് സീൻ. അവിടുന്നാണ് എല്ലാത്തിന്റെയും മീൻസ് നമ്മുടെ ഒരു ഫിയറിന്റെ ഒരു തുടക്കം അവിടുന്ന്. ഇനി വേണ്ട എന്ന് തീരുമാനിക്കുന്ന അവിടുന്ന്. അപ്പൊ ഞാൻ സ്പോയിലറാണോ?